ഏവർക്കും ജസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗാർലിക് വൈനെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു വള്ളിച്ചെടിയാണ്. മതിലിന്മേലൊക്കെ അല്ലെങ്കിൽ ഒരു മരത്തേലേക്ക് ഒക്കെ കയറ്റിവിട്ടാൽ ഇത് നന്നായി വളർന്ന് പടർന്ന് പന്തലിച്ച് ധാരാളം പൂക്കളോടുകൂടി നിൽക്കും. ഞാൻ എൻ്റെ ഈ ചെടിയെ ഒരു പേര മരത്തിന്മേലേക്കാണ് പടർത്തി വിട്ടിരിക്കുന്നത്. പേരയുടെ അടിയിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അത് പടർന്ന് മുകളിലേക്ക് കയറി മുകളിലാണ് പൂക്കളുണ്ടായിട്ടുള്ളത്. ഇത് ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണ്. താഴെ നിന്ന് നോക്കിയാൽ പൂക്കളൊന്നും അങ്ങനെ കാണുവാൻ സാധിക്കുകയില്ല. 3 കളറിലാണ് ഇതിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. മുട്ടുകളിലൊക്കെ നല്ല ഒരു പർപ്പിൾ കളറാണ്. അത് വിരിയുമ്പോഴും നല്ല പർപ്പിൾ കളറിലിരിക്കും. രാവിലെ നല്ല പർപ്പിൾ കളറായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും അത് സ്പ്രെഡായി കുറച്ചൊരു ലൈറ്റ് കളറാവും. 1-2 ദിവസം കഴിയുമ്പോഴേക്കും നിറം മങ്ങി അവസാനം വൈറ്റ് കളറിലേക്കായി കൊഴിഞ്ഞു വീഴും. നല്ല ഭംഗിയാണ്. ഇത് നിറയെ വിരിഞ്ഞു നിൽക്കുന്നതാണ്. നല്ല വെയിൽ ആവശ്യമാണ് ഇത് പൂക്കുവാൻ. 2 വർഷത്തോളമായി ഞാൻ ഈ ചെടി നട്ടിട്ട്. ആദ്യമൊക്കെ 1-2 പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളായിരുന്നു. വെറുതെ വള്ളി പോലെ മുകളിലേക്ക് പോകും. ആദ്യമൊക്കെ ഞാൻ നന്നായി വളമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ വളമൊന്നും കൊടുക്കുന്നില്ല. വേനൽക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഇപ്രാവശ്യം അത് നല്ലപോലെ പൂത്തു. സാധാരണ ഈ ചെടി പൂക്കണമെങ്കിൽ 1-2 വർഷം എടുക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ചെടിയുടെ ഇലയ്ക്കും പൂക്കൾക്കും ഒരു വെളുത്തുള്ളിയുടെ മണമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഗാർലിക് വൈൻ വെളുത്തുള്ളി ചെടി എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൻസോവ അലിയേസി എന്നാണ്. വെളുത്തുള്ളിയുടെ മണമുള്ളത് കൊണ്ട് പാമ്പുകളൊന്നും പരിസര പ്രദേശത്തേക്ക് വരികയില്ലെന്നാണ് പറയപ്പെടുന്നത്. അധികം സ്വത്തിയൊന്നും ഇല്ലാതെ വളർത്താവുന്ന പ്ലാന്റാണ് ഇത്. വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിലും നിലത്ത് നട്ടാൽ നന്നായി വളർന്നുകൊള്ളും. പിന്നെ ചട്ടിയിൽ നടുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കണം, വളവും കൊടുക്കണം. വള്ളിച്ചെടിയാണെങ്കിലും ഇവയുടെ തണ്ടുകൾക്കൊക്കെ കുറച്ച് ബലമുണ്ട്. ഓരോ നോഡുകളിൽ നിന്നും ബഞ്ചായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. മുട്ടുകൾ പല വലിപ്പത്തിലുള്ളവയാണ്. എല്ലാം കൂടി ഒന്നിച്ചല്ല വിരിയുന്നത്. ഒരാഴ്ച കൊണ്ട് വിരിഞ്ഞു തീരും. ഒരാഴ്ചയോളം പൂക്കൾ നിൽക്കുകയും ചെയ്യും. ഈ ചെടിക്ക് കേടുകളൊന്നും കണ്ടിട്ടില്ല. വെളുത്തുള്ളിയുടെ മണമുള്ളത് കൊണ്ടായിരിക്കും കീടങ്ങളൊന്നും ആക്രമിക്കാറില്ല. ഇതിൻ്റെ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കമ്പുകൾ മുറിച്ച് വെറും മണ്ണിലേക്ക് നട്ടുകൊടുത്താൽ മതി. നന്നായി വളർന്ന് പിടിച്ചുകൊള്ളും. ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.